ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കുറ്റങ്ങൾ ഉണ്ടാവാം, കുറവുകൾ ഉണ്ടാകാം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും ഇന്ത്യൻ ജനതയെ ചേരിതിരിക്കാൻ വർഗീയമായി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മഹത്വം. കോൺഗ്രസ് അതേ പാതയിൽ തന്നെ മുന്നേറുമെന്നുള്ള പ്രത്യാശ മാത്രമാണ് ഇന്നും ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഏക ശുഭപ്രതീക്ഷ. ആ കോൺഗ്രസിന്റെ കൈകളിലേക്ക് ഇന്ത്യയുടെ അധികാരം വീണ്ടും മടങ്ങിയെത്തണമെന്ന് ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന വർഗീയതയുടെ മൂലകാരണം എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളിലും വർഗീയതയെ വ്യാപിപ്പിക്കാൻ വേണ്ടി ഭരണകൂടം തന്നെ നേതൃത്വം നൽകുകയാണ്. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്ക്, സൗഹൃദത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് ഇവിടെ ഒരംഗീകാരവും ലഭ്യമാകുന്നില്ല. ആരാണോ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവരെ താലോലിക്കാൻ, അവരെ തഴുകാൻ, അവർക്ക് പിന്തുണ നൽകാൻ ഭരണകക്ഷിയുടെ പ്രതിനിധികൾ പാഞ്ഞെത്തുകയാണ് പലയിടത്തും. അങ്ങനെ വർഗീയതയാണ് നമുക്ക് വേണ്ടത്, മതേതരത്വമല്ല, സഹകരണമല്ല, സഹവർത്തിത്വമല്ല എന്ന മനോഭാവത്തിലേക്ക് ഭരണകൂടങ്ങൾ നമ്മുടെ രാജ്യത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപകടകരമാണ് എന്ന യാഥാർത്ഥ്യം അതിന്റെ എല്ലാ ഗൗരവത്തോടും കൂടി തിരിച്ചറിയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുമാറാകട്ടെ എന്നാണ് ആശംസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഇവിടെ വലിയ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യുവ നേതാക്കന്മാർ ഇന്ന് വരെ അവരുടെ നാവിൽ നിന്ന് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരായ യൂത്ത് കോൺഗ്രസിന്റെ ഈ യുവാക്കൾക്ക് ഇവിടെ മാത്രമല്ല കേരള വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മതമൈത്രിയുടെ ഈ മഹിതമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ആ കുഞ്ഞനുജന്മാരുടെ പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ അത് കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് ഒരു കൊടുങ്കാറ്റായി പ്രചരിക്കുന്ന നാളുകൾ എത്രയും വേഗം സമാഗതമാകട്ടെ എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, സമ്മേളനങ്ങൾ നാം ഒന്നാണ്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നാണ്, നമുക്കിടയിൽ ജാതി മത വിഭാഗീയതകളില്ല എന്ന ഈ സന്ദേശത്തിന്റെ പ്രചാരണമാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രവർത്തനം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട 2-3 പ്രമേയങ്ങൾ മുമ്പിൽ വെച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ധാരാളം പ്രഭാഷകന്മാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ മഹിതമായ പാരമ്പര്യത്തിന് എല്ലാ കുറവുകളും അംഗീകരിക്കുമ്പോൾ തന്നെ നേതൃത്വം നൽകാൻ ഇന്നും പ്രാപ്തിയുള്ള, യോഗ്യതയുള്ള ഒരേ ഒരു പ്രസ്ഥാനമായി ഇന്നും ഇന്ത്യൻ ജനത കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ യുവജന പ്രസ്ഥാനങ്ങളും ഈ പാതയിൽ ധീരെ മുന്നോട്ട് പോകണം. എല്ലാ ഭാവുകങ്ങളും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.